അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. നൗഷാദ് ആലത്തൂരാണ്. ഇപ്പോൾ ജിദ്ദയിലുള്ളത് എല്ലാവർക്കും അറിയാലോ. ഞാനിന്നൊരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകണം. ഒരു വ്യക്തിയല്ല, പിന്നെ ഉള്ളത് എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. ഇനിയുള്ള കാര്യങ്ങൾ കേൾക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, സമൂഹത്തിന് നന്മയുള്ള കാര്യങ്ങൾ. അതാണ് അല്ലേ? ഇനിയിപ്പോൾ ബാക്കി കാര്യം മാനക്ക പറയും. അപ്പോൾ ഞങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്ന് വന്നാണ് സൗദിയിൽ. അപ്പോൾ എന്തായാലും ഞങ്ങളിന്ന് വന്നപ്പോൾ ഒരു സ്പെഷ്യൽ ഗസ്റ്റുണ്ട്. 1979 വന്ന ഒരു പ്രവാസി വാസുവേട്ടൻ. നൗഷാദൊക്കെ എടുത്തെടുത്തെടുത്ത് പറയുന്നുണ്ട്, മഹാനോ പരിചയപ്പെടുന്ന മഹാനാണ് വാസുവേട്ടൻ. വാസുവേട്ടൻ ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ ഒരു വലിയ മെസ്സേജ് തന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ഉംറക്കും ഹജ്ജിനൊക്കെ പോരുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇവിടെ വന്ന് രോഗം വന്നാൽ സാമ്പത്തികമില്ലാതെ ഒരുപാട് വിഷമങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. പക്ഷേ വാസുവേട്ടൻ ഇന്ന് ആ രഹസ്യം ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അതായത് ഉംറ, ഹജ്ജ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുണ്യപ്രവർത്തിക്ക് വരുമ്പോൾ അസുഖം വന്നാൽ 100% സൗജന്യമായിട്ട് ഇവിടെ ചികിത്സാ സൗകര്യം എല്ലാവിധ ഹോസ്പിറ്റലുണ്ട്. അത് ഈ പാക്കേജിലുള്ളതാണ്. അപ്പോൾ വാസുവേട്ടൻ പറഞ്ഞ വാക്കെന്താ, ഞാൻ അത്തരക്കാർ രോഗം കൊണ്ട് ബുദ്ധിമുട്ട് എൻ്റെ നമ്പർ കൊടുക്കും, അവർക്ക് അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന ഒരു രൂപമില്ലാതെ എല്ലാ ചികിത്സയും ഞാൻ സൗജന്യമായിട്ട് ചെയ്തു കൊടുപ്പിക്കുന്നതാണ്. അപ്പോൾ മാനസാക്കും നൗഷാദും നിർബന്ധമായിട്ടും എൻ്റെ നമ്പർ കൊടുത്തിട്ട് അറിയിക്കണം. അത് അറിയാത്ത ആൾക്കാരുണ്ട്. കാരണം ഇത്രയും കാലം ഞങ്ങൾക്ക് പോലും അറിയില്ല. അപ്പൊ ഞങ്ങൾ വാസുവിനോട് പ്രാർത്ഥിക്കുന്നു, ഇവിടുത്തെ സകലകലാ വല്ലഭൻ എല്ലാ പുണ്യപ്രവർത്തിയിലും പങ്കാളി ഒരു ചമ്പ്രമുള്ള ഈ മനുഷ്യസ്നേഹം കൊണ്ട് പ്രാർത്ഥിക്കുമാണ്. ഇപ്പോൾ 1979 എന്ന് പറഞ്ഞ പ്രവാസിന്റെ അവസ്ഥ കാലം അന്നിവിടെ വളരെ മോശമുള്ള സമയം. പക്ഷേ ഇന്ന് ഒരുപാട് വളർച്ചയിലാണ് സൗദി. ആ സൗദിയിൽ നിന്നിട്ടുള്ള പുണ്യപ്രവർത്തി ചെയ്ത് ഈ മനുഷ്യസ്നേഹം ഒന്ന് പരിചയപ്പെടാം. അത് മാത്രമല്ല മാനക്ക, ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മളാ ഹോസ്പിറ്റലിന്റെ മറ്റേ പ്രവാസികൾക്ക് സൗജന്യമായിട്ട് ചെയ്തത് അന്ന് ആദ്യം വിളിച്ച ആള് വാസുവിന്റെ എന്താ വേണ്ട വെച്ച് പറഞ്ഞ് ചെയ്തേരാന്ന്. ഞാൻ പിന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു വ്യക്തിയാണെന്ന് എനിക്ക് കാണാൻ പറ്റും, നേരിട്ട് കാണാൻ പറ്റും. ഞാൻ നേരിട്ട് കണ്ടില്ലെങ്കിലും എനിക്കറിയാം മാനക്കനെ പറ്റി. മാനക്കനെ ഈ ഹോസ്പിറ്റലിലെ കാര്യത്തിലൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് അത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ തോന്നുന്നത്. പിന്നെ ഞാനിപ്പോ ഇവിടെ പറഞ്ഞ കാര്യം, ഈ അജ്ജിനും ഉമ്മറയ്ക്കൊക്കെ വരുന്നവര് പിന്നെ ആൾക്കാർക്ക് പൈസ ഉണ്ടാവില്ല, അവർക്ക് അറിയില്ല. ഈ ഒരു രോഗം വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ട, ആരെന്താ പോകേണ്ടെന്ന് അറിയില്ല. കാരണം ഇവിടെ വഴി വയ്ക്കാൻ തന്നെ അറിയാത്ത ഒരു ബുദ്ധിമുട്ടില്ല. ഭാഷ അറിയാതെ മക്കത്തും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ മക്കത്ത് വന്നിട്ട് അജ്ജിനും ഉമ്മറയ്ക്കൊക്കെ വന്നിട്ട് പിന്നെ വല്ല അസുഖം കിട്ടിട്ട് അഡ്മിറ്റ് ആവേണ്ട രോഗിയാണെങ്കിൽ നിങ്ങൾ എന്റെ നമ്പർ കൊടുത്താൽ മതി. ആൾക്കാരും എന്റെ നമ്പർ ഞാൻ ഇതിൽ പറയുന്നുണ്ട്, എന്റെ നമ്പർ കൊടുത്താൽ മതി. അവരെ അഡ്മിറ്റ് ചെയ്തിട്ട് അവരെ ചികിത്സ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്നവരെയുള്ള എല്ലാ ചെലവും ഫ്രീ ആയിട്ട് ചെയ്യും. അത് നമ്മൾ ഈ പാക്കേജിലുള്ള ഒരു കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ അതിനുവേണ്ട എല്ലാ സൗകര്യം ഞാൻ ഡോക്ടർമാർക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ ബന്ധമുണ്ട്. അപ്പൊ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തോളൂ. ഇത് നമ്പർ വെറുതൊന്നും വിളിച്ചാൽ മതി. 24 മണിക്കൂറിന്റെ നമ്പർ ഓഫ് ആവില്ല. എന്റെ നമ്പർ എന്റെ ഫോൺ ഒരിക്കലും ചാർജ് കഴിഞ്ഞ് വരില്ല. ചാർജ് ചെയ്യുന്നതിന് ഞാൻ ചാർജ് ചെയ്യും എങ്ങനെയും. അപ്പൊ എന്റെ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ഏത് ബാധയ്ക്ക് വിളിച്ചാലും നിങ്ങൾക്ക് ചികിത്സ കിട്ടും. അതെല്ലാം നിങ്ങൾ പിന്നെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയിട്ടാണ് പെട്ടെന്ന് പോയി വരുന്ന ഒരു അസുഖമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിന് ചെറിയൊരു പൈസ പേ ചെയ്യേണ്ടി വരും. അഡ്മിറ്റ് ചെയ്യുന്നതിന് ആൾക്കാണെങ്കിൽ ഫുള്ള് ഫ്രീ ആണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. പ്രാഥമിക ശുശ്രൂഷയ്ക്ക് പോവുകയാണെങ്കിൽ ഡോക്ടർ ഫീസ് ഒരു 100 റിയാലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു 35 റിയാൽ അടക്കേണ്ടി വരും. അമ്മാതിരി മരുന്നിന് ഡിസ്കൗണ്ട് കിട്ടും. എല്ലാത്തിനും ഞാൻ സൗകര്യം ചെയ്തു തരും. നിങ്ങൾ ഏത് അസുഖമായാലും എന്നെ വിളിച്ചാൽ മതി. അപ്പൊ വാസുവേട്ട നമ്പർ ഞങ്ങൾ കൊടുക്കുന്നതാണ്. ഈ വലിയ മനുഷ്യസ്നേഹം കൂടി പ്രാർത്ഥിക്കപ്പെടുന്ന ഒരുപാട് കാലം ആയുസ് കൊടുക്കട്ടെ. ഈ പ്രവാസ ലോകത്ത് എല്ലാ വിഭാഗം മനുഷ്യരെയും സഹായിക്കുന്ന ആ മനുഷ്യസ്നേഹിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക്സ്. അപ്പൊ വാസുവേട്ടൻ അത് മാത്രമല്ല, ജിദ്ദയിലെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പൊ അരമണിക്കൂർ മുമ്പ് പറഞ്ഞില്ല, ഒരു വ്യക്തി ഒരു 45 വയസ്സുള്ള ഒരാള് അസുഖമായിട്ട് കിടന്നപ്പോ ആദ്യം ഓടിയത് വാസുവേട്ടനാണ്. ഞാൻ പിന്നീടാണ് അറിഞ്ഞിട്ടാണ് പിന്നീടൊക്കെ ഞാൻ പോയത്. അതിന് മുമ്പ് തന്നെ വാസുവേട്ടൻ അവിടെ ഓടി. അത് മാത്രം എല്ലാ കാര്യത്തിനും ഓടിയെത്തുന്നുണ്ട്. അപ്പൊ വാസുവേട്ടന് വേണ്ടി മാനക്ക് പറഞ്ഞ എല്ലാവരും പ്രാർത്ഥിക്കാത്ത ഒരു വലിയൊരു മെസ്സേജാണ് കഴിയുന്ന ആളുകളൊക്കെ ഷെയർ ചെയ്യുക അല്ലേ?